ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ CS റാങ്കിനും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് എടുത്തിരിക്കുന്ന ഡബിൾ USP കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഡബിൾ USP കാര്യങ്ങളൊക്കെ എടുത്ത് മാസ്കരിയമായ കളി കാണിക്കാൻ വേണ്ടി, പിറോയിസം കാണിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്താൽ ഷെയർ ചെയ്യുക, സബ് ചെയ്താൽ സബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ഉണ്ടാകുക ഗൈസ്. ഓക്കെ, അപ്പോൾ അതാ USP ചെറുതായിട്ടൊന്ന് പോയായിരുന്നു. USP തിരിച്ചെടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ആൾക്കാരെ ചെന്ന് അടിച്ചുറക്കാം ഗൈസ്, നമ്മുടെ എനിമീസിനെ ചെന്ന് കണ്ട് തീർത്തേക്കാം. ഓക്കെ, നമ്മൾ നേരെ നമ്മൾ ഈ ഒരു ബ്ലൂ എൽ ഷേപ്പ് വീട്ടിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ നമുക്കൊരു അടിയുണ്ട്. നോക്കുമ്പോൾ മറ്റേ മരം ഉണ്ടാക്കി വെച്ചാൽ വീണ്ടും ഉണ്ടാക്കി ഒരുത്തൻ അടിക്കാൻ നോക്കിയാൽ ഒന്നുപോലും കൊണ്ടില്ല. പക്ഷേ ചെറുകിനെ കണ്ടില്ലെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ല. അടിച്ച് അവനെ അങ്ങനെ നോക്കാക്കിയിട്ടുണ്ട്. അവനെ കില്ലും ഫിനിഷും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് നേരെ ചെന്നപ്പോൾ നേരെ നമ്മുടെ ടീംമേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലൊരു അടിയും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. നോക്കുമ്പോൾ അവനും നോക്ക്, നമ്മുടെ ടീംമേറ്റും നോക്ക്. ഓക്കെ, അപ്പോൾ നൈസായിട്ട് നമ്മൾ ടീംമേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പൊക്കാൻ വേണ്ടി പോയി. ടീംമേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വേറൊരു ടീംമേറ്റിന് അടി കിട്ടിയെന്ന് കണ്ടത്. നേരെ താറയിറങ്ങി നോക്കുമ്പോൾ അവൻ നിൽപ്പുണ്ട്. അവനെ നമ്മളങ്ങനെ തീർത്ത് ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് റൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അതിവിജയകരമായി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്ലോക്ക് ടവർ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഒരു P90 എടുത്ത് പിറോയിസം കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ ഗൈസ്, നമ്മൾ P90 എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ P90, തോംസോൺ, പിന്നെ MP5 അതൊക്കെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ P90 എനിക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ കയറും നല്ല രീതിക്ക്. അപ്പോൾ നമ്മളവിടെ എമൗണ്ട് അടിച്ച് കണ്ടിരിക്കുകയാണ്. നമ്മൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ അടിച്ച് എന്നപ്പം നമ്മൾ നേരെ അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ സ്ഥലമാണ്, നമ്മൾ ക്ലോക്ക് ടവറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലോക്ക് ടവറിൽ നമുക്ക് കീഴടക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോഴത്തേക്കുമാണ് നമ്മളെ ഡ്രോപ്പിൻ്റെ അവിടെ, നമ്മളെ വീടിൻ്റെ അവിടെ ഒരുത്തനെ കണ്ടത്. അവിടെ അവൻ മറ്റേ വലയിട്ടിട്ട് വന്ന് നേരെ അവൻ നല്ലൊരടി വന്ന് നമ്മുടെ ടീമേറ്റ് അവനെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം അവനെ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുകയാണ്. അവന് നമ്മൾ കിൽ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഗണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് കയറി മേളിൽ എനിമീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ട് മേളിലെ റൂമുകളെല്ലാം സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടില്ല. പിന്നെ താഴെ ഉണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നോക്കുമ്പോൾ കള്ളൻ ഓടിപ്പോന്ന് നേരെ അവനെ അടിച്ച് ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ആ കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരെ ഓടി കൊണ്ടുപോയപ്പോൾ അവിടെ എനിമീസ് അവിടെ നമ്മുടെ ടീമേറ്റിനെ കാര്യമൊക്കെ എനിമീസ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ നോക്കി പോയപ്പോൾ പിന്നെ അവനെ തീർത്തോളം നോക്കി. പിന്നെ വേറെ ഒരുത്തനെയും കൂടെ നമുക്ക് കിട്ടാനുള്ളൂ. പക്ഷെ അവനെ എത്ര നോക്കിയിട്ടും കാണുന്നില്ല. എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും നോക്കി. അപ്പോൾ ഒരേ ഒരുത്തനും കൂടെ ഉള്ളു. അവൻ എല്ലായിടത്തും നോക്കിയിട്ട് ചെറുക്കനെ കാണുന്നില്ല. എന്ത് ചെയ്യാനാണ് ഗൈസ്. പിന്നെ വീടിൻ്റെ അകത്തുണ്ടോ നോക്കാൻ വേണ്ടി കയറിയപ്പം വീടിൻ്റെ അകത്തും ഇല്ല. ഇത് എന്തിരുടെ മേളിലുണ്ടോ ഇനി ആർക്കറിയാം ഗൈസ്, മേളിലും ഇല്ല. ഗൈസ്, എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ദേ ഓറിയോൺ. കള്ളൻ നമുക്ക് അവിടെ തീർച്ച അടിച്ച്. ഓക്കെ, അങ്ങനെ അവനെയും നമ്മൾ കില്ല് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ റൗണ്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ റൗണ്ട് വിജയകരമായി നമ്മൾ ആ റൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്നൈപ്പർ പിറോയിസം കാണിക്കാൻ തോന്നി. സ്നൈപ്പറും എടുത്തിട്ടുണ്ട്, വെസ്റ്റും എടുത്തിട്ടുണ്ട്, ഹെൽമെറ്റും എടുത്തിട്ടുണ്ട്. നേരെ ഒരു ഗ്ലൂ എടുത്ത് നമ്മൾ സ്നൈപ്പർ പിറോയിസം കാണിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്ക് മാക്സിമം ശ്രമിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ AW എങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ത് ചെയ്യുന്നത്, നമ്മളെ പീക്കിൻ്റെ താഴെയുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ പേരുണ്ടോ എനിക്കറിയത്തില്ല ഗൈസ്, ഇതിൻ്റെ പേരുണ്ടോ. നമ്മുടെ പീക്കിൻ്റെ താഴെയുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി ചെറുതായിട്ട് ചെന്നപ്പോഴാണ് മേലിൽ നിന്ന് എടുത്ത് നിൽക്കുന്നത് കണ്ടത്. നേരെ സ്നൈപ്പർ എടുത്ത് ഒരു നോക്ക്. ഓക്കെ ഗൈസ്, ഒരു കിണ്ണൊക്കെ ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ നമ്മളവിടെ ഡൗണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കില്ല് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മേളിലോട്ട് കയറി നോക്കിയപ്പോൾ എനിമിയൊന്നും ഉണ്ടാകാൻ നോക്കിയപ്പോൾ നമ്മുടെ ടീമിന് മെൻ്റടിക്കുന്നില്ലാത്ത ഒരു എനിമിയും നമുക്കവിടെ കാണാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇനിയും ഒരുത്തനും കൂടെ ഉള്ളു. അപ്പോൾ നമ്മൾ ഏജ് അടിക്കുന്നുണ്ട്. ചെന്ന് നോക്കി, ഞാൻ ചെന്നതും കില്ല് ഫിനിഷാക്കി. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഗൈസ്. യാ ബ്രോ, ഇനി വെറും ഒരു റൗണ്ടും കൂടെ എടുത്താൽ നമ്മൾ അതിവിജയകരമായി നമ്മൾ ജയിക്കുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ ലെവൽ 4 വെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്നൈപ്പർ നമ്മൾ കണ്ടിന്യൂഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് ഹെഡ് കയറിയെന്ന് പറഞ്ഞ് എപ്പോഴും കയറാമെന്നൊന്നും ഇല്ല. എന്നാലും നമുക്ക് സ്നൈപ്പർ പ്ലേ എങ്ങനെ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഓക്കെ,
ഇത് നമ്മുടെ ഫാക്ടറിയിലും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത്. ഫാക്ടറിയിൽ നമ്മൾ പൊളിച്ചടുക്കും. ഓക്കെ, നമ്മുടെ ഫൈനൽ റൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ കറൻറ്റായിട്ട് ഇപ്പം 3-0 എന്ന ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് കറൻറ്റായിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഒരടി കൊടുക്കാൻ നോക്കി നടന്നില്ല, പിന്നെയും നോക്കി നടന്നില്ല. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ പിന്നെയും ഒരുത്തനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എൻ്റെ കളി അടുത്ത ഒരു കിണ്ണം കാച്ച് ഹെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഒരു ഹെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ അവിടെ ചെന്ന് അവൻ്റെ കില്ല് ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടീമേറ്റ് കാര്യങ്ങളൊക്കെ പൊക്കിയാൽ ആ ഒരു ഹെഡ് കാര്യങ്ങളൊക്കെ വെറുതെ ആവത്തില്ല. അതുകൊണ്ട് അവനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി വെറും 3 പേരും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ടീമേറ്റും കാര്യങ്ങളൊക്കെ അവിടെ നോക്കായിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഒരുത്തനെ നോക്കാക്കിയിട്ടുണ്ട്. 2 പേരെ ഇപ്പം നോക്കായി. ഇനി 3ാമത്തെ അവനുണ്ട്. നമ്മൾ എൻ്റെ കൈ കണ്ണില്ലായിരുന്നു, നേരെ അവനെയും കുത്തി പിടിച്ച് അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ കൂടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഇനി നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിനായിട്ട് കുറച്ച് സബും കാര്യങ്ങളൊക്കെ വേണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പം നമ്മൾ അതിലൂടെ ഗിൽഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ ദ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഗൈസ്.